ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഉത്തരേന്ത്യയിൽ BJPയെ നേരിടുമ്പോൾ എത്രത്തോളം സീറ്റ് കിട്ടുമെന്നത് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ദക്ഷിണേന്ത്യയിൽ നിന്നും സീറ്റുകൾ ഉറപ്പിക്കുക എന്നതും അതിശക്തമായി വിപുലമായി കോൺഗ്രസിനെ മുന്നോട്ട് എത്തിക്കുക എന്നുള്ളതും AICCയുടെ നിർദ്ദേശമാണ്. പ്രിയങ്ക ഗാന്ധിയെ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ നൽകിക്കൊണ്ടുള്ള പ്രത്യേകമായ രാഷ്ട്രീയ രീതിയാണ് DK ശിവകുമാർ അവലംബിച്ചിരിക്കുന്നത്. രേവന്ത് റെഡ്ഡിയുടെ അധ്യക്ഷതയിലായിരുന്നു തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത്. ആ നിമിഷം മുതൽ തന്നെ BRSലെ പലരും കോൺഗ്രസിലേക്ക് ചാടുന്ന ഒരു രംഗം വന്നിരുന്നു. കുറച്ചുപേർ BJPയിലേക്കും. തെലങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസ് വേഴ്സസ് BJP എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. BJP അവിടെ BRSന്റെ വോട്ടുകൾ ശക്തമായി തന്നെ വിഴുങ്ങും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BRSനെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിച്ചു വരവ് അസാധ്യമാണ്. അത്രമേൽ അവരുടെ രാഷ്ട്രീയപരമായ സാഹചര്യങ്ങൾ, കുടുംബാധിപത്യം എല്ലാം ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ചന്ദ്രശേഖര റാവുവിന് ഒരു രണ്ടാം വരവ് ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ മകൾ കവിത BJPയിലേക്ക് പോകാനുള്ള എല്ലാവിധത്തിലുള്ള സാധ്യതയും കാണുന്നുമുണ്ട്. രാഷ്ട്രീയപരമായി ഒരുപക്ഷെ BRSലെ പലരും ഇനിയും BJPയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വേഴ്സസ് BJP എന്നത് തന്നെയായിരിക്കും ശരിയായ കാര്യത്തിലേക്ക് പോവുക. കഴിഞ്ഞ തവണ BJPക്ക് തെലങ്കാനയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. 4 ലോക്സഭാ സീറ്റുകളിൽ അവർ ജയിച്ചു. അതുകൊണ്ട് തന്നെ ഇക്കുറി അവർ കൂടുതൽ സീറ്റുകൾ ഉന്നം വയ്ക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ കർണാടക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചേക്കാവുന്ന സംസ്ഥാനമായി തെലങ്കാനയാണ് നരേന്ദ്രമോദി വിഭാവന ചെയ്യുന്നത്. അധികാരം വൈകാതെ തന്നെ ലഭിക്കും എന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളും. എന്നാൽ കോൺഗ്രസ് അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയം കൃത്യമായി തന്നെ മനസ്സിലാക്കി തെലങ്കാനയിലും ആന്ധ്രയിലും കൂടുതൽ കൃത്യതയോടെ മികവാർന്ന രീതിയിൽ പോരാട്ടം കാഴ്ചവെക്കാനാണ് AICCയുടെ തീരുമാനം. തെലങ്കാനയുടെയും കർണാടകയുടെയും ചുമതല DK ശിവകുമാർ തന്നെയാണ് വഹിക്കുന്നത് എന്നത് വ്യക്തമാണ്.